ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാനിപ്പോൾ യു കെയിലാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്ലിയറൻസ് സെയിലൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു യൂറോപ്യൻ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് യു കെയിലാണ്. 2 മാസം ഇവിടെ താമസിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ. ഡിസംബറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ നമുക്കിനി സെയിലുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒത്തിരി പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, എന്താ വീഡിയോ കാണാത്ത, ഇനിയിപ്പോൾ സെയിലില്ലേ. ഞാൻ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം തീർത്തിട്ട് ഇനി സെയിൽ ചെയ്യാനല്ലേ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇല്ലേ, ഞാൻ പോണേക്കാളും മുമ്പ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എനിക്ക് തൊണ്ടവേദനയും പിന്നെ കണ്ണിന് ഇൻഫെക്ഷനും ഒക്കെ കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ നമ്മൾ അറിയാലോ, വീടൊക്കെ അടച്ചിട്ടിട്ട് പോരുമ്പോൾ വീടൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയൊക്കെ നല്ല ക്ലിയർ ചെയ്ത് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചിട്ടൊക്കെ പോരണമല്ലോ. 2 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ വന്നപ്പോഴത്തേക്കും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ദേ ഇവിടെ വന്നു. ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓക്കെ ആയി. എന്നാലും ഉറക്കത്തിൻ്റെ ഇതിൽ അങ്ങനെ നമുക്ക് മാറിയിട്ടില്ല. സമയം ചേഞ്ചസ് ഉണ്ടല്ലോ, 4 മണിക്കൂർ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ ഇവിടെയാണെങ്കിൽ തണുപ്പ് തുടങ്ങി. ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ 5 ഡിഗ്രിയാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ. പിന്നെ എൻ്റെ കണ്ണിൻ്റെ ഇൻഫെക്ഷൻ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ മരുന്ന് ഇതൊക്കെ ആയിട്ടാണ് വന്നേനെ. ത്രോട്ട് ഇൻഫെക്ഷൻ ഇതായിട്ട് കുറച്ചും കൂടെ ഉണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് വീട്ടിലും എല്ലാം ഇത് ഇങ്ങനെ തന്നെ ഇട്ടുകൊണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സാണ്, പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന് ഇവിടുന്ന് എന്തൊക്കെ ഇപ്പം ബാക്ക് യാർഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ ചെറിയൊരു തോട്ടത്തിലാണ്. എൻ്റെ ബ്രദറിൻ്റെ 2 ബ്രദർമാരാണ് യു കെയിലുള്ളത്. അതിൽ മൂത്ത ബ്രദർ നാട്ടിലാണ് ഉള്ളത്. ചേട്ടൻ സ്കൂളിൽ വർക്ക് ചെയ്യണം. 2ാമത്തെ ബ്രദറും 3ാമത്തെ ബ്രദറുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. എനിക്ക് 3 ചേട്ടന്മാരും ഇളയത് ഞാനും ഒറ്റ പെങ്ങളാണ്. അപ്പോൾ അതിൽ 2ാമത്തെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ആഴ്ചയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇളയ ബ്രദറിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ബ്രദറിന് ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബാക്കിൽ ഒരു തോട്ടം ഇതൊക്കെ ആയിട്ട് നന്നായിട്ട് ഇരുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ഓട്ടം സ്റ്റാർട്ട് ചെയ്തുല്ലോ, ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നാട്ടിലില്ലാത്ത സീസൺ കൂടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ചെടികളുടെയൊക്കെ ഇലകൾ കൊഴിയുന്നത്, നമ്മുടെ ഇലകൊഴിയും ശിശിരത്തിൽ പാട്ടൊക്കെ ഇല്ലേ, നമുക്ക് ആ ഒരു കാലഘട്ടവും ഇല്ല നമ്മുടെ നാട്ടിലും. അപ്പം സോറി കേട്ടോ, എന്തൊക്കെയോ വായിലേക്ക് പോയി. നമുക്ക് അതില്ല, ആ ഒരു സീസൺ ഇല്ല ഇവിടെ. ഈ ഇല കൊഴിയുന്ന സീസണിൽ നല്ല ഇലകളൊക്കെ മഞ്ഞച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, മഴക്കാറുള്ള ഒരു കാലാവസ്ഥ, നല്ല തണുപ്പും. എന്നാൽ വലിയ കുഴപ്പമില്ല, നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം. ഇനിയിപ്പോൾ തണുപ്പ് കൂടുമെന്ന് പറയണത്, എന്തായാലും ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരട്ടെ. ഇത് ചേച്ചിയുടെ ഇതാണ്, നമ്മുടെ മുന്തിരിയാണ് കേട്ടോ. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, കുഞ്ഞു മുന്തിരി. ഇത് കണ്ടോ, ഞാൻ കട്ട് ചെയ്ത് കാണിച്ചില്ല. ഞങ്ങൾ നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ചേട്ടൻ വെയിറ്റ് ചെയ്ത് മുന്തിരിയുടെ കുഞ്ഞതായിട്ട് മാറിയിട്ടുണ്ട്. അത് ഉണങ്ങി ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യാം കേട്ടോ, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഞാനേ ഇപ്പം ഈ മുന്തിരികൾ ഇനി കട്ട് ചെയ്തില്ലെങ്കിൽ കൊഴിഞ്ഞു പോകട്ടോ എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഇപ്പം ഇതിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഇത് കണ്ടോ, നല്ല രസമല്ലേ. ഇനിയിപ്പോൾ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. അപ്പം ഇത് നല്ല കുഞ്ഞു മുന്തിരിയാണെങ്കിലും അതിന് നിറച്ചും കുരുവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല. അയ്യോടാ, കൊഴിഞ്ഞു പോയി. അന്നേരം കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുഞ്ഞതാ, നിറച്ചും കുരു, അങ്ങനെയാണ്. ഇത് ഞാനേ ഇവിടെ കുറേയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നുണ്ടല്ലോ, ഇത് ആപ്പിൾ മരമാണേ. അപ്പം ഞങ്ങളിത് അവിടെ നിന്ന് രാവിലെ കുറച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പുളിയൻ ആപ്പിളാണ്, നമ്മളുടെ കറിയൊക്കെ വെക്കണേ കുക്കിംഗ് ആപ്പിളില്ലേ, അതാണിത്. നമുക്ക് അച്ചാറൊക്കെ ഇടാം. അപ്പം ഞാൻ കുറച്ചൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഒരു അതിമോഹം എന്ന് പറയാം. നമ്മളിങ്ങനെ ആപ്പിളൊന്നും അച്ചാറിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെയുള്ളവർക്ക് ഇതൊക്കെ കോമൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്നാലും നാട്ടിലുള്ളവർക്കാണല്ലോ കൂടുതലും ചെയ്യുന്നത്. പിന്നെ ഇത് പച്ചയാപ്പിൾ, അതും അപ്പുറത്തുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ്, നല്ല മധുരമാണേ. ഹായ്,
നല്ല മധുരം. ആപ്പിളൊക്കെ തിന്ന് മടുത്തു. അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ നിറയെ. ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥനയെ ഇവിടെ വരുമ്പോഴത്തേക്കും ആദ്യം തന്നെ കഴിക്കട്ടെ കേട്ടോ. ഇവിടെ വരുമ്പോൾ ഈ ആപ്പിളും മുന്തിരിയൊക്കെ കുറച്ചെങ്കിലും കാണാൻ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. എന്തായാലും അതനുസരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ ഇതല്ലേ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങും കേട്ടോ. അതാ ഇതുണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഇതാ അങ്ങനെ. ഇതുണ്ടോ, ഇതിനപ്പുറത്ത് വെള്ളമുന്തിരി നട്ടിട്ടുണ്ട്. അത് അതിൽ കായ ഉണ്ടായിട്ടില്ല, ചെറുതാ. പിന്നെ നിറയെ പൂക്കളൊക്കെ ആയിരുന്നു. പൂക്കളൊക്കെ ഇതാ കൊഴിഞ്ഞ് ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. എല്ലാ പൂക്കളും ഇല്ല, എല്ലാം തന്നെയൊക്കെ കൊഴിഞ്ഞ് ഈ ഒരു ഇത് കണ്ടോ. ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുമ്പോൾ കാണിച്ചാൽ ഇത് കണ്ടോടി, എൻ്റെ സൺഫ്ലവർ കണ്ടോ, എൻ്റെ സൺഫ്ലവർ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇത് നോക്കി. ഇത്രേ വലിയ സൺഫ്ലവർ ആയിരുന്നു, ഇത്രേ ഹൈറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊരു 12 അടി ഹൈറ്റ് ഉണ്ടല്ലേ, അത്രയും ഒരു ഹൈറ്റിലായിരുന്നു. ഇതാ ഇതുണ്ട് അതിൻ്റെ ആ പൂവിൻ്റെ ഇനി നിറയെ വിത്തുകളുണ്ട്. കുറച്ചെങ്കിലും വിത്ത് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാലും അതുകൊണ്ട് ഇതായി പോയിക്കോളും. ഇല്ല അത്രയും വലുതൊന്നും ആയിരിക്കൂല കേട്ടോ. ഇത് കണ്ടോ, ഇതാ ഇതൊക്കെ കുഞ്ഞനായിരുന്നു. ഇതാ ഇത് എല്ലാം പോയി, എല്ലാം തീർന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഇത് തണുപ്പ് വരുമ്പോഴത്തേക്കും എല്ലാം പോവുമല്ലോ. ഇത് നമ്മുടെ ഫൈക്കസ് ട്രയാങ്കുലാരിസിൻ്റെ വേറെ ഒരു വെറൈറ്റി. ഇതിൽ നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടാത്ത ഒത്തിരി ചെടികളാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കുറേ പൂക്കളും ഒക്കെ ആയിട്ട് വെറൈറ്റി ചെടികളൊക്കെ, നമ്മൾ കാണാത്ത ചെടികളാണ് കൂടുതലും വരുന്നത്. ഇതിപ്പോൾ ഗാർഡൻ ഇനിയിപ്പോൾ തണുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ആരും ശ്രദ്ധിക്കാതെയൊക്കെ വരും. ഇനി എന്ത് ചെയ്താലും കാര്യമില്ല. അതെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലുണ്ട്. മൂന്നാറിലൊക്കെ ഇത് ഒത്തിരി കോമൺ ആയിട്ട് എന്താ നമ്മുടെ നാട്ടിലുള്ളൊരു മഞ്ഞ കളറൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അതിൻ്റെ ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡ്, പല കളറുണ്ട് ഇവിടെ തന്നെ. ചുമപ്പ്, വെള്ള, ഇതൊക്കെ ഞാൻ കണ്ടു കേട്ടോ പല വീട്ടിലും. നല്ല രസമാണ്. ഇത് കണ്ടോ, ആഫ്രിക്കൻ വയലറ്റ് ഒക്കെ പോലെ. അതാ ഇത് കണ്ടോ, നല്ല രസമാണ്. ചേച്ചി പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ മുമ്പ് വരണമായിരുന്നു, എന്നാലാണ് എല്ലാവരും അത് തന്നെ പറയണേ. നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വരാറുന്നില്ലേ. അപ്പോൾ കൂടുതൽ ഇതാ നിറയെ വിത്തുകളാണേ. ചേച്ചി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ കൂടുതലും ഇവർ വിത്തുകൾ വാങ്ങിക്കുന്നതാണ് കേട്ടോ, ഗാർഡൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. വിത്ത് ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ ഗാർഡൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ കിട്ടും. ഇത് കണ്ടോ, ഹൈഡ്രാഞ്ചിയൊക്കെ പല കളറുകളായിരുന്നു. എല്ലാം പൂക്കളും കൊഴിഞ്ഞ് ഇതായിപ്പോയി. വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കാണിച്ചു തരും ചേച്ചിയെ, ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് കാണിച്ചു തരും. ഇവിടെയൊക്കെ മണ്ണും നല്ല ഇതുള്ള മണ്ണാണല്ലോ, അധികം കളകളൊന്നും വരാറില്ല. പിന്നെ നല്ല വളമുള്ള മണ്ണുമാണ്. ഇത് ലാവൻഡർ ആണേ. ലാവൻഡർ ഇത് കണ്ടോ, നമ്മൾ ലാവൻഡർ കളർന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ലാവൻഡർ പാടങ്ങളൊക്കെ കാണുമല്ലോ. ഇതിൻ്റെ ഒക്കെ ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം കരിഞ്ഞു തുടങ്ങി. മഞ്ഞ് വരുമ്പോഴത്തേക്കും അങ്ങനെയാണല്ലോ, എല്ലാം കരിഞ്ഞു തുടങ്ങും. ഇത് നമ്മുടെ ഇല്ലിയാണ്. ഇല്ലി ഇതാ ഇപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരുത്തിയേക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇല കൊഴിയുന്നത് കൊണ്ട് തന്നെ നല്ലോണം എല്ലാത്തിൻ്റെയും കൊഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇലയൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതേ ചേച്ചിയുടെ തക്കാളി, നിറയെ തക്കാളി ഉണ്ട്. ഇത് കണ്ടോ, കുഞ്ഞി തക്കാളി, പല ടൈപ്പുള്ള തക്കാളിയാണ്. ഇനി ചെറുതുണ്ട്, ഇതാ ഇങ്ങനെ കുഞ്ഞു തക്കാളികളുണ്ട്. സലാഡ് തക്കാളി, മറ്റേ ഇതാ ഇത് കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നിറച്ചുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അത് കണ്ടോ, ഈ പൂവൊക്കെ നോക്കിയേ, നല്ല ഭംഗിയാ. ഫ്രണ്ടിലേക്കും ഉണ്ട് കേട്ടോ, കുറേ ചെടികളുണ്ട്. ഞാൻ ഇനി പിന്നെ ബാക്കിലൊരിത് കാണിച്ചു തരട്ടെ. നമ്മുടെ ബാക്കിൽ ഇവിടെ ഒരു കുഞ്ഞ തോടും കൂടെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ഇവർക്ക് ഒരു നല്ല ഇരിക്കാൻ പാകത്തിനൊരു തോടും അതിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇല കൊഴിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ കിടക്കുന്ന, അല്ലെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഇത് കണ്ടോ, ഇലകളൊക്കെ കണ്ടോ മഞ്ഞച്ചിരിക്കണുണ്ട്. ഇനി എല്ലാം കൊഴിഞ്ഞു വീഴും. നമ്മളെങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ഇതായിരിക്കും. അപ്പോൾ ഇതാ ഇതിൻ്റെ താഴെ കണ്ടോ ഒരു തോട് കണ്ടോ, കുഞ്ഞു തോട്. നല്ല ചൂട് കാലത്തൊക്കെ ഇറങ്ങി നിന്ന് നമ്മളെ നാട്ടിലെ പോലെയൊക്കെ വന്ന് പിള്ളേർക്ക് കളിക്കാനും ഒക്കെ പറ്റിയൊരു ഇതാണ്. ഇപ്പോൾ നല്ല തണുപ്പാണ്. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് നടക്കാനും പട്ടീനെയും കൊണ്ടൊക്കെ നടക്കാനും ഒക്കെ ഒത്തിരി പേരുണ്ടാവും. എപ്പോഴും പട്ടീനെയും കൊണ്ടൊക്കെ നടക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്താണ് ഇവിടുത്തെ കുഞ്ഞുമോൻ്റെ സ്കൂൾ വരുന്നത്. ഇവിടുത്തെ ജോസൂട്ടൻ എന്ന് ഞങ്ങൾ പറയും. അവൻ്റെ സ്കൂൾ അതിൻ്റെ അപ്പുറത്താണ് വരുന്നത്. ഇത് കണ്ടോ നമ്മുടെ പച്ചയാപ്പിൾ. ഇത് നല്ല മധുരമുള്ള ആപ്പിളാണ്. നല്ല ഇതാണ്, നിറച്ച്.
അതിൻ്റെ നിറച്ചും ഇത്തിക്കണ്ണി നമ്മുടെ നാട്ടിൽ പറയില്ലേ ഇത്തിക്കണ്ണി കയറുമെന്ന് പറയില്ലേ, അങ്ങനെ ആപ്പിൾ മരത്തുമ്പോൾ നിറയെ ഇത്തിക്കണ്ണി കയറിയേക്കണ്ട. അത് ഇല കൊഴിയുകയില്ല, ബാക്കി എല്ലാത്തിൻ്റെ ഇല കൊഴിയുകയും ചെയ്യും. ഇതത്രയ്ക്ക് നമുക്കറിയാലോ ഇത്തിക്കണ്ണി ഇങ്ങനെ മാവുമൊക്കെ കയറുമ്പോൾ ഭയങ്കര അതിന് ഇതാണല്ലോ, കരുത്താണല്ലോ. അപ്പം അങ്ങനെ ഇത് അപ്പുറത്തെ വീട്ടിലെയാണ്, അവിടുത്തെ ഒരു അപ്പച്ചനും അമ്മച്ചി അവർ പ്രായമായവരാ, അവർക്ക് ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെയൊക്കെ ഉള്ളത് ഇതാ അവിടെ. അത് കാരണം കാട് പിടിച്ച ആ പറമ്പ് കിടക്കുന്നത്, പക്ഷെ നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് ആപ്പിൾ. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ചേച്ചിക്ക് ഇവിടെ ഒക്കെ കുറച്ച് പച്ചക്കറികളും ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം പോയി, എല്ലാം തീർന്നു, എല്ലാത്തിൻ്റെയും കാലം കഴിഞ്ഞു. എന്താ ഇത് നോക്കി, ഉണ്ടോ മുളകുകളും എന്താ വഴുതനങ്ങ നിറയെ ഉണ്ടായിരുന്നു പച്ചക്കറികൾ. ഇതെല്ലാം ഇവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അതിൻ്റെ ഇപ്പോൾ സ്വരം കേൾക്കുന്നുണ്ടല്ലോ, അത് ട്രെയിൻ പോണത്. തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്കും ഒക്കെ ആയിട്ടാണ്, അതിൻ്റെ അപ്പുറത്ത് ഹൈവേയും ഒക്കെ ആയിട്ടാണ്. നല്ലൊരു സ്ഥലമാണ്, നല്ല നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അതെ ഈ ഒരു ഇത് നോക്കിയേ, നല്ലൊരു ഭംഗിയുള്ള പറ്റിപ്പൊളിച്ച് നമ്മുടെ ഫൈക്കസ് ഒക്കെ വളരില്ലേ, അതുപോലെ പറ്റിപ്പൊളിച്ച് വളരുന്ന നല്ല രസമുള്ള ചെടികൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ, കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, എല്ലാം തന്നെ ഒന്നും കാണിച്ചിട്ടില്ല, പിന്നീട് ഞാൻ കാണിക്കാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ വരുന്നത്, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ബാക്ക് സൈഡൊക്കെ വരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളൊക്കെ ഇടാം, അപ്ഡേറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.